നടൻ മമ്മൂട്ടിക്ക് വേണ്ടി ശബരിമലയിൽ വഴിപാട് നടത്തി മോഹൻലാൽ. ഇന്ന് വൈകിട്ടാണ് മോഹൻലാൽ സന്നിധാനത്തെത്തിയത്. ഭാര്യ സുചിത്രയുടെ പേരിലും വഴിപാട് നടത്തി. CK അഭിലാൽ വിവരങ്ങളുമായുണ്ട്. അഭിലാൽ, നേരത്തെ പമ്പയിൽ നിന്ന് ഗണപതി ക്ഷേത്രത്തിൽ നിന്നും കെട്ടുനിറച്ചാണ് മോഹൻലാൽ അയ്യനെ കാണാൻ യാത്ര പുറപ്പെട്ടത്. മോഹൻലാലും മമ്മൂട്ടിയും തമ്മിലുള്ള സ്നേഹബന്ധം എത്രത്തോളം ആഴത്തിലുള്ളതാണെന്ന് പലപ്പോഴും നമുക്ക് പ്രേക്ഷകർക്കൊക്കെ അറിയാവുന്നതുമാണ്. അതിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണ് ഈ അയ്യന് മുന്നിൽ പ്രിയ സുഹൃത്ത് അല്ലെങ്കിൽ ജ്യേഷ്ഠൻ എന്ന നിലയ്ക്ക് മോഹൻലാൽ കാണുന്ന മമ്മൂട്ടിക്ക് വേണ്ടിയുള്ള ഈ വഴിപാട്, അല്ലേ? അതെ, ദീർഘകാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മോഹൻലാൽ ശബരിമലയിൽ ദർശനത്തിന് എത്തുന്നത്. ഇന്ന് വൈകുന്നേരം 6 മണിയോടുകൂടിയാണ് അദ്ദേഹം സന്നിധാനത്ത് എത്തിച്ചേർന്നത്. ഏതാനും സെക്കൻഡുകൾ മാത്രമാണ് സന്നിധാനത്ത് അദ്ദേഹം തിരുനടയ്ക്ക് മുന്നിൽ പ്രാർത്ഥിക്കുകയും പ്രസാദം വാങ്ങിക്കുകയും ചെയ്തത്. അതിനുശേഷം തന്നെ അദ്ദേഹം വഴിപാട് നടത്തിയ കൂട്ടത്തിൽ മമ്മൂട്ടിയുടെ പേരിലും അതോടൊപ്പം തന്നെ ഭാര്യ സുചിത്രയുടെ പേരിലും പ്രത്യേക വഴിപാടുകൾ നടത്തി. അത് ഇരുവരും തമ്മിലുള്ള സൗഹൃദത്തിന്റെ ഒരു അമൂല്യമായ ഉദാഹരണമായി തന്നെ കാണേണ്ടതുണ്ട്. കാരണം ഏറെക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം സന്നിധാനത്തെത്തുമ്പോൾ സ്വന്തം പേരിലും സ്വന്തം ഭാര്യയുടെ പേരിലും വഴിപാട് നടത്തുന്നതിനോടൊപ്പം തന്നെ മോഹൻലാൽ പ്രിയ സുഹൃത്ത് മമ്മൂട്ടിയുടെ പേരിൽ വിശാഖം നാൾ എന്ന് പറഞ്ഞുകൊണ്ട് വഴിപാട് രസീത് കുറിച്ച് വഴിപാട് നടത്തുകയാണ് ഉണ്ടായത്. ശേഷം ചേരും മോഹൻലാൽ ഇന്ന് ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് പമ്പ ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് കെട്ടുനിറച്ചാണ് ശബരിമലയിലേക്ക് എത്തിയത്. ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അയ്യപ്പനെ ദർശിക്കാനായി മോഹൻലാൽ ശബരിമലയിലേക്ക് എത്തുന്നത്. അവിടെ എത്തുമ്പോൾ തീർച്ചയായും നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പലപ്പോഴും സിനിമകൾ ഇറങ്ങുമ്പോഴുമൊക്കെ മോഹൻലാൽ മമ്മൂട്ടി ഫാൻസിൻ്റെ പോർവിളികളൊക്കെ കാണാറുണ്ട്. പക്ഷെ അതൊക്കെ ആരാധകർ വെറുതെ അനാവശ്യമായി നടത്തുന്നതാണ് എന്ന് പലപ്പോഴും വ്യക്തമായിട്ടുള്ളതാണ്. അവർ തമ്മിലുള്ള ഒരു ആത്മബന്ധം അത് എത്രത്തോളം വലുതാണ് എന്ന് മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും വാക്കുകളിൽ നിന്ന് നമ്മൾ പലപ്പോഴും കേട്ടറിഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളാണ്, ശബരീശ സന്നിധിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മോഹൻലാൽ ശബരിമലയിലെത്തി ദർശനം നടത്തി. ഒപ്പം തന്നെ മമ്മൂട്ടിക്ക് വേണ്ടി ജ്യേഷ്ഠ സഹോദരനെ പോലെ തന്നെ മോഹൻലാൽ കരുതുന്നയാളാണ് മമ്മൂട്ടി. അദ്ദേഹത്തിന് വേണ്ടി വഴിപാട് നടത്തിയ ശേഷമാണ് മോഹൻലാൽ ഇപ്പോൾ ശബരിമലയിലുള്ളത്. അഭിലാൽ, തുടരാം. നാളെ നെയ്യഭിഷേകവും പൂർത്തിയാക്കിയ ശേഷമാണ് മോഹൻലാൽ മടങ്ങുക, അല്ലേ? അതെ, അദ്ദേഹം 6 മണിക്കാണ് ഇന്ന് വൈകുന്നേരം സന്നിധാനത്ത് എത്തിച്ചേർന്നത്. അതിനുശേഷം ദീപാരാധനയ്ക്ക് മുൻപ് തന്നെ ദർശനം പൂർത്തിയാക്കുകയും ചെയ്തു. തന്ത്രിയെയും അതോടൊപ്പം തന്നെ ദേവസ്വം സ്പെഷ്യൽ ഓഫീസറെയും നേരിൽ കണ്ടു. തന്ത്രിയെ നേരിൽ കണ്ട വേളയിൽ അനുഗ്രഹം തേടുന്നതിനോടൊപ്പം തന്നെ തന്ത്രി ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമയുടെ റിലീസിങ്ങുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പരാമർശിക്കുകയും എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും അർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടെയാണ് മമ്മൂട്ടിക്കും അതോടൊപ്പം തന്നെ സ്വന്തം ഭാര്യ സുചിത്രയുടെയും പേരിൽ അദ്ദേഹം വഴിപാടുകൾ ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇരുവരും തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ മറ്റൊരു ഉദാത്തമായ ഉദാഹരണമായി തന്നെ നമുക്ക് ഈ വിഷയത്തെ കാണാൻ സാധിക്കും. കാരണം ദിവിഷ് മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ സിനിമകൾ ഇറങ്ങുമ്പോൾ മമ്മൂട്ടിക്കും മോഹൻലാലിനും പ്രത്യേക ഫാൻസ് ഗ്രൂപ്പുകളുണ്ട്. അവർ പരസ്പരം ബോർ വിളിക്കാറുണ്ട്. പക്ഷേ സിനിമയ്ക്ക് അപ്പുറത്ത് ഇരുവരും തമ്മിലുള്ള വലിയ സൗഹൃദം, കുടുംബ സൗഹൃദം, അതിൻ്റെ കൂടി ഒരു പശ്ചാത്തലം ഇതിൽ നിന്ന് നമുക്ക് വ്യക്തവുമാണ്. എന്തായാലും വൈകുന്നേരം 7 മണിയോടുകൂടി മാളികപ്പുറത്തെയും സന്നിധാനത്തെയും ദർശനം പൂർത്തിയാക്കി അദ്ദേഹം മുറിയിലേക്ക് പോയിരിക്കുകയാണ്. സന്നിധാനത്ത് ഇന്ന് അദ്ദേഹം തങ്ങുകയാണ്. നാളെ പുലർച്ചെ 5 മണിക്ക് ദർശനം നടത്തി വഴിപാടുകൾ കൂടി പൂർത്തിയാക്കിയ ശേഷമായിരിക്കും അദ്ദേഹം മലയിറങ്ങുക. അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമ 27-ന് റിലീസ് ചെയ്യാനിരിക്കുകയാണ്. അതിൻ്റെ കൂടി മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ അദ്ദേഹം സന്ദർശനത്തിന് എത്തിയത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, മോഹൻലാൽ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഭക്തർക്ക് അദ്ദേഹത്തോടൊപ്പം നിൽക്കാനും അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാനും ഒക്കെ ഉള്ളൊരു തിരക്ക് സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെയാണ് പോലീസിന് ഇത്ര വലിയ സുരക്ഷയും ഒക്കെ അവിടെ ഒരുക്കേണ്ടി വരുന്നത്. എന്തായാലും ഇന്ന് ഉച്ചയോടെ പമ്പയിലെത്തി അവിടെ നിന്ന് കെട്ടുനിറച്ച് ആണ് അദ്ദേഹം ശബരീശ സന്നിധിയിലേക്ക് എത്തിയത്. മോഹൻലാലിൻ്റെ എല്ലാ പ്രേക്ഷകരും ആവേശപൂർവ്വം കാത്തിരിക്കുന്ന എമ്പുരാൻ ഈ മാസം 27-ന് തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുകയാണ്. അതിന് ഒപ്പം തന്നെയാണ് അദ്ദേഹം ശബരിമലയിൽ എത്തുമ്പോൾ പ്രിയ താരം മമ്മൂട്ടിക്ക് വേണ്ടി വഴിപാട് അർപ്പിക്കുന്നതായും കാണുന്നത്. തീർച്ചയായും ആ സൗഹൃദത്തിൻ്റെ പ്രത്യേകത കൊണ്ടുകൂടിയാണ് ഇത് ഇത്ര വലിയ വാർത്തയാകുന്നത്. ഒരുപക്ഷെ സിനിമാ താരങ്ങളുടെ സൗഹൃദമല്ലേ എന്നൊക്കെ നമുക്ക് തോന്നാം. പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, സിനിമകളുടെ പേരിൽ ആരാധകർ വെറുതെ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും തല്ലുകൂടുമ്പോൾ ഇത് അവരുടെ ആത്മബന്ധത്തെയോ ഹൃദയബന്ധത്തെയോ അത് ബാധിക്കുന്നില്ല. അവർ അത്രത്തോളം പരസ്പരം ബഹുമാനിക്കുന്ന രണ്ടുപേരെയും അത്രത്തോളം വലിയ പ്രതിഭകളാണ്. മലയാളികൾക്ക് എന്നും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന 2 പ്രതിഭകൾ. അവരുടെ ആത്മബന്ധം എത്രത്തോളം വലുതാണ് എന്ന അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ അയ്യപ്പൻ്റെ അടുത്ത് മോഹൻലാൽ എത്തുമ്പോൾ അയ്യപ്പന് മുന്നിൽ ജ്യേഷ്ഠ സഹോദരനായി കാണുന്ന മമ്മൂട്ടിക്ക് വേണ്ടി വഴിപാട് അർപ്പിക്കുകയെന്ന്. അത് സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഒക്കെ ഒരു വലിയ നന്മയുള്ള കാഴ്ചയായി മാറുകയാണ്.